ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു പൊങ്കാല ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അതായത് ഇന്ന് ചക്കുളത്ത് അമ്പലത്തിൽ പൊങ്കാലയാണ്. ഞാനും പൊങ്കാല ഇടാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ എണീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തോട്ട് പോകണം. അങ്ങനെ ഞങ്ങളെല്ലാവരും പൊങ്കാല ഇടാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് റോഡിൻ്റെ സൈഡിൽ വന്നിരിപ്പുണ്ട്. അതായത് നമ്മൾ പൊങ്കാല ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വന്നിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും അടുപ്പൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് വെക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് വിളിച്ച് പറയണം, എന്നാലേ അടുപ്പ് കത്തിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ചെയ്തിട്ടുള്ളവർക്കറിയാമല്ലോ. അപ്പോൾ എല്ലാം ബാക്കി കാര്യങ്ങളെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും വിളിച്ച് പറയുക, നമുക്ക് അടുപ്പ് കത്തിക്കാൻ തുടങ്ങാം, അതാണ് പരിപാടി. അപ്പോൾ എന്തായാലും ഇപ്പം കുറച്ച് സമയത്തിനുള്ളിൽ പ്രാർത്ഥന തുടങ്ങും. അമ്പലത്തിൽ നിന്ന് ഇതുപോലെ മൈക്ക് വെച്ചിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അവർ പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് അറിയിപ്പ് തരും അടുപ്പ് കത്തിച്ചോളാൻ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ അറിയിപ്പ് തന്നിട്ടുണ്ട് നമുക്ക് അടുപ്പ് കത്തിക്കുക എന്നുള്ള രീതിയിൽ. അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചു. ഇനി വെള്ളം തിളപ്പിക്കുക. ഇനി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അരിയിട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഉണ്ടാക്കുന്നത് ശർക്കര പായസമാണ്. ഞങ്ങളെപ്പോഴും ശർക്കര പായസമോ അല്ലെങ്കിൽ പാൽപ്പായസമോ ഒക്കെയാണ് ഉണ്ടാക്കാറ്. വേറെ ചിലർ ഈ എന്താ പറയുക, ശർക്കര വെച്ചിട്ട് അടയും അങ്ങനെയുള്ള സാധനങ്ങൾ എക്സ്ട്രാ ഉണ്ടാക്കാറുണ്ട്. നമ്മളത് ചെയ്യാറില്ല. സോ അപ്പം ഞങ്ങളുടെ പൊങ്കാല തിളച്ച് വരുന്നുണ്ട്. മനുസ്മൃതിയെ കൊണ്ടാടപ്പെടുന്നു. ഈ വർഷത്തെ 12 നോയമ്പ് മഹോത്സവത്തിന്റെ സമാരംഭം കുറിച്ചുകൊണ്ട് ഡിസംബർ 16 തീയതി ചൊവ്വാഴ്ച 108 നാളികേരം കൊണ്ടുള്ള മഹാഗണപതി ഹോമത്തോടുകൂടി 12 നോയമ്പ് മഹോത്സവത്തിന് സമാരംഭം കുറിക്കും. അങ്ങനെ ഞങ്ങൾ പൊങ്കാല ഇട്ട് കഴിഞ്ഞു. അടുപ്പൊക്കെ അണച്ച് ഇതെല്ലാം മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്പലത്തിൽ നിന്ന് അവർ വന്നിട്ട് തളിക്കണം. തളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കണം. അങ്ങനെയാണ് സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇനിയും കുറേ സമയം. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് മറ്റേ മോരും വെള്ളം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ മോരുവെള്ളവും ഒക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. പിന്നെ കഞ്ഞി അവിടുന്ന് ഇതുപോലെ തന്നെ ഓരോ സമിതിക്കാരും അങ്ങനെയുള്ളവരൊക്കെ കഞ്ഞിയും അസ്ത്രവും അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ഐസ്ക്രീംകാരൻ വന്നപ്പോഴത്തേക്ക് ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ അവർ വന്നിട്ടുണ്ട് കേട്ടോ തളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലായിപ്പോയി. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് ഇരുന്നിടത്തു നിന്നൊക്കെ ഇറങ്ങി ഓടുമായിരുന്നു കേട്ടോ. ഞാനല്ല, ബാക്കിയുള്ള ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ. പിന്നെ അവർ വന്നിട്ട് തളിച്ചിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൊങ്കാലയിടയിലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ ജസ്റ്റ് ജീരകവെള്ളം കുടിച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് കഞ്ഞിയും അസ്ത്രവും അച്ചാറും കൂടെ കഴിച്ചു. പിന്നെ ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ടല്ലോ, ഇന്ന് കാർത്തിക വിളക്കല്ലേ. അപ്പോൾ നേരെ തിരിച്ച് വീട്ടിൽ വന്ന് മേല് കഴുകി നേരെ നമ്മൾ വീട്ടിൽ വന്നിട്ട്, അതായത് പുതിയ വീട്ടിലോട്ട് വന്ന് അവിടെ വിളക്കും കത്തിച്ച് കുറച്ച് മെഴുകുതിരികളും കൂടെ കത്തിച്ചിട്ട് വീട്ടിൽ പോയി.